ഒരു അധ്യാപിക എന്ന രീതിയിൽ ഞാൻ സ്കൂൾ തലത്തിലല്ല പഠിപ്പിച്ചിരുന്നത്, കോളേജിലായിരുന്നു എന്നതുകൊണ്ട് ഞാൻ മുതിർന്ന കുട്ടികളെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എങ്കിൽ പോലും ആ കുട്ടികളിലോട്ട് മാതൃത്വത്തിന്റെ സ്നേഹം പകർന്നു നൽകിയ ചില അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവിടാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ഈ തലസ്ഥാന നഗരിയിലെ ഒരു പ്രശസ്തമായ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ മിടുക്കനായ ഒരു കുട്ടി, ആ കുട്ടി വന്നുകൊണ്ടിരുന്നത് ബാലരാമപുരത്ത് നിന്ന് വരുന്ന ഒരു കുട്ടി, വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു, BA ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ കുട്ടി ക്ലാസ്സിൽ പല ദിവസവും ആബ്സെന്റ് ആണ്. അപ്പൊ ഞാൻ ഈ 3rd ഇയർ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ തനിക്ക് പറ്റിയത്? കുട്ടിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, എൻ്റെ ഒരു നെവ്യൂനും അതേ പേര് തന്നെയുണ്ട്. അപ്പോൾ പറഞ്ഞു, ടീച്ചറെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ചോദിച്ചപ്പോൾ, ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചപ്പോൾ അവന് അങ്ങനെ ഉത്തരം പറയാതെ വീട്ടിലെ അസൗകര്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറി. പക്ഷെ പിന്നെ അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞു, അവൻ്റെ അച്ഛൻ ബാലരാമപുരത്ത് സ്ഥിരം, നമുക്കറിയാം ഏറ്റവും നല്ല കൈത്തറി നെയ്ത്തുശാലകളുള്ള സ്ഥലമാണ് ബാലരാമപുരം. അത് രാജഭരണകാലം മുതലേ പ്രശസ്തമായിരുന്ന ബാലരാമപുരം. അവിടെ അദ്ദേഹം നല്ല ഒരു കൈത്തറി തൊഴിലാളിയായിരുന്നു, വളരെ മിടുക്കനായ ഒരു തൊഴിലാളി. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ നെയ്ത്ത് തൊഴിലും ഒക്കെ കൊണ്ട് നടക്കുന്നവർക്കൊന്നും വലിയ ആസ്തിയൊന്നും കാണുകയില്ല. അപ്പോൾ ഈ തൊഴിലിന്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിന് അസുഖം പിടിപെടുന്നു. ആ അസുഖത്തിൽ നിന്ന് പതുക്കെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാനോ ജോലിക്ക് പോകാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ മക്കളിൽ മൂത്തവനാണ് ഈ കുട്ടി. ഇവന് ജോലിക്ക് പോകാതെ സ്കൂളിൽ വരുന്നത് കൊണ്ട് അവൻ്റെ വീട് പട്ടിണിയാകും. അപ്പം ആ അവസ്ഥയിൽ അവന് പെയിൻറ്റിങ് അറിയാം. അതുകൊണ്ട് പെയിൻറ്റിങ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ പെയിൻറ്റിങ്ങിന് പോകുന്നു. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാകും, എൻ്റെ അച്ഛൻ്റെ ചികിത്സ നടക്കില്ല, ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഒരു പക്ഷേ എൻ്റെ കണ്ണ് അതിലും നിറഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ അവന് ശരി, നമുക്ക് ഇതിന് പരിഹാരം കാണണമല്ലോ. ഇപ്പൊ നീ 3rd ഇയർ പഠിക്കുകയല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. നീ നല്ലവണ്ണം പഠിക്കുന്നവനാണ്, പഠിച്ചൊരു നല്ല ജോലി കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവനെ വിട്ടു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലെ മോണിറ്ററെ വിളിച്ചിട്ട് അവനോട് ഈ പ്രശ്നങ്ങൾ ഒക്കെ വളരെ രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ അതുപോലെ മിടുക്കരായ വേറെ 2 പേരെയും കൂടി ഞാൻ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് 1 മാസം ഈ കുട്ടിയുടെ വീട്ടിലെ ചെലവിന് ആവശ്യമായി, ഇനി പരീക്ഷ കഴിയുന്നവരെ, ഫൈനൽ ഇയർ പരീക്ഷ കഴിയുന്നവരെ, ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിയുടെ വീട്ടിലെ ചെലവിന് സഹായകമായ രീതിയിൽ ഒരു തുക നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമോ? ഞാനൊരു തുക തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം, 62 കുട്ടികളുള്ള ക്ലാസ്സാണ്, BA ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ ഓരോരുത്തരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവനൊരു അത്ര മോശമല്ലാത്ത ഒരു തുക നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ അവന് കഴിവതും ഈ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോകാതെ, ബാക്കി ദിവസം ശനി ഞായറും പോക്കോട്ടെ, അപ്പോൾ 5 ദിവസം ക്ലാസ്സിൽ വന്ന് പഠിച്ചാൽ അങ്ങനെ ധാരാളം മതി അവന് നല്ല റിസൾട്ട് കിട്ടാനായിട്ട്. അവൻ അത്ര മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും അത് പൂർണ്ണമായിട്ട് ബോധ്യമായി. അവർ മറ്റു കുട്ടികളുമായിട്ട് ഈ കുട്ടിയുടെ പേര് പുറത്തു വിടരുത്, അവന് മാനഹാനി ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതിൻ്റെ കണക്കുകൾ വളരെ കൃത്യമായിട്ട്, ഇതിലേക്ക് പൈസ തരുന്ന ഓരോ കുട്ടിക്കും മനസ്സിലാകണം ഇതിനകത്ത് ഫ്രോഡ് ഒന്നുമില്ല, വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പറഞ്ഞത്, ഈ കുട്ടിക്ക് തന്നെയാണ് ഈ സഹായം, ഏതോ ഒരു കുട്ടിക്ക് തന്നെയാണ് പോകുന്നത് എന്നവർ മനസ്സിലാക്കണം. അതുകൊണ്ട് കണക്കുകൾ അവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഞങ്ങൾ ഏതാനും മാസം, പിന്നെ പരീക്ഷയ്ക്കുണ്ടായിരുന്ന മാസങ്ങളിലൊക്കെ ഇങ്ങനെ സംഭാവന പിരിച്ച് ആ കുട്ടിക്ക് നൽകി. അവൻ വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ പാസ്സായി പോവുകയും ചെയ്തു. പിന്നത്തെ കാര്യം, നമ്മൾ ഇപ്പോഴൊന്നും അത് എത്ര വർഷം മുൻപാണെന്നറിയാമോ? ഇത് സംഭവിക്കുന്നത് 1940 വർഷം മുൻപ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ സംഭവിച്ച അത് ഒന്ന്. അതുപോലെ ഇനി വേറൊരു ഇൻസിഡൻസും കൂടെ. പക്ഷെ ആ കുട്ടിയുടെ, ഞാനിപ്പോൾ പറയുകയാണ്, ആദ്യത്തെ ബാലരാമപുരത്തെ പയ്യൻ്റെ മുഖത്തെ ചിരി, പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല റിസൾട്ടൊക്കെ വന്ന് ഇനി ഞാൻ നല്ലൊരു ജോലി കണ്ടെത്തുന്നത് വരെ, ഞാൻ പറഞ്ഞു അവനോട്, ജോലി കണ്ടെത്തുന്നത് വരെ ഒരു മടിയും കൂടാതെ പെയിൻറ്റിങ് ജോലിക്ക് പോകണം. ഏത് ജോലിയും അന്തസ്സം ഉള്ളതാണ്.
ജോലി ചെയ്ത് ജീവിക്കുകയാണ് അന്തസ്സുള്ള ജീവിതം എന്ന് പറയുന്നത്. പെയിന്റിങ്ങിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിലേക്ക് പോകും. അതുവരെ പെയിന്റിങ് സന്തോഷമായിട്ട് തന്നെ കൊണ്ടു നടക്കണം എന്ന് ഞാൻ പറഞ്ഞാണ് അവനെ വിടുന്നത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെയും. അപ്പൊ അങ്ങനെ ഒരു കഥ. ഇനി അത് കഴിഞ്ഞ് അതുപോലെ ഒരു കഥ. ഞാൻ യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റലിൽ റെസിഡന്റ് ട്യൂട്ടറായിട്ട് ഇരുന്നാണ് വിമൻസ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ റെസിഡന്റ് ട്യൂട്ടർ ആയിരിക്കുമ്പോൾ ഒരു വിങ് മുഴുവനും നമ്മുടെ കെയർ ഓഫിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിങ്ങിലുണ്ടായിരുന്ന ഒരു കുട്ടി, അവള് ഈ പറഞ്ഞ പോലെ BSc പഠിച്ചുകൊണ്ടിരിക്കുകയത്, ഒരു ട്രൈബ് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവൾക്ക് പോസ്റ്റൽ ടെലിഗ്രാഫിൽ പ്രീ ഡിഗ്രി ബേസിസിലാണ് പോസ്റ്റൽ ടെലിഗ്രാഫിൽ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ ജോലി കിട്ടി, അതിൻ്റെ ഒപ്പം അവളെ ട്രെയിനിങ്ങിനായിട്ട് വിളിച്ചിരിക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ട്രെയിനിങ് മുംബൈയിൽ വെച്ച്. അപ്പോൾ ഈ കുട്ടി പിന്നെ ഇതൊക്കെ പറഞ്ഞ് സന്തോഷം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ടീച്ചറെ പക്ഷേ എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒന്നാമത് എനിക്ക് വളരെ കുറച്ച് വേഷങ്ങളേ ഉള്ളൂ. കുറച്ച് വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂംമേറ്റ്സ് സഹായിച്ച് അവർ ഉപയോഗിക്കുന്ന ഉടുപ്പുകളൊക്കെ ഇട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാറുള്ളത്. കാരണം ഒരു റൂമിൽ തന്നെ പല ക്ലാസ്സുകളിലെ കുട്ടികളായിരിക്കും. അപ്പോൾ അവർ പരസ്പരം വേഷം മാറിയിടുന്നത് ആരും ശ്രദ്ധിക്കത്തില്ല കോളേജിൽ. അതും 1000-800 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് വിമൻസ് കോളേജ് അന്നും. അപ്പം ഈ കുട്ടി പറഞ്ഞു, അപ്പം ഞാൻ അങ്ങനെ കുട്ടികളുടെയൊക്കെ സഹായത്തോടെയൊക്കെയാണ് വേഷമൊക്കെ ധരിച്ച് നടക്കുന്നത്. എനിക്ക് അങ്ങ് കൊണ്ടുപോകാനായിട്ട് വേഷമില്ല. അതുമാത്രമല്ല, ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. പിന്നെ അവിടെ ചെന്ന് എനിക്ക് എന്തെങ്കിലും കയ്യിൽ പൈസയൊക്കെ കിട്ടുന്ന സാഹചര്യം വരെ മറ്റ് ചെലവുകൾക്ക്, അത്യാവശ്യം ചെലവുകൾക്ക് പോലും എനിക്ക് ഒരു നിവൃത്തിയില്ല. എൻ്റെ അച്ഛൻ തീരെ വയ്യാതെ കിടപ്പാണ്. അമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ അച്ഛനെ നോക്കുകയൊക്കെ ചെയ്യേണ്ടത്. അമ്മയ്ക്ക് ഒരു ജോലിക്കും പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അമ്മ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത്. വീട്ടുജോലിക്ക് പോയി 10 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അങ്ങനെ വീട്ടിലെ കാര്യവും അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ചെലവും നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോസ്റ്റലിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. ഹോസ്റ്റലിൽ താമസിക്കുന്നതിൻ്റെ ഫണ്ടൊക്കെ അവൾക്ക് ഗവൺമെൻറ്റിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഓർമ്മിക്കുക, ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ കിട്ടാത്തത് കൊണ്ട് 2 വർഷമായി അവരുടെ പഠനം പോലും മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റിനേക്കാളും നല്ല ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എന്ന് ഓർക്കണം അന്ന്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി പറയുന്നു. ഈ കുട്ടി അങ്ങനെ പറഞ്ഞങ്ങ് എൻ്റെ കയ്യെ പിടിച്ച് പൊട്ടിക്കരയുന്നു. ഞാനും അന്ന് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാരയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിന് വഴിയുണ്ടാക്കിയത് എങ്ങനെയാണ്? എൻ്റെ ഒപ്പം ആ റെസിഡൻറ്റ് ട്യൂട്ടേഴ്സായിട്ട് എല്ലാ വിങ്ങിലെ ടീച്ചേഴ്സിനെ അവർ പല കോളേജുകളിൽ നിന്നുള്ള ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും ഒക്കെ ഈ പറഞ്ഞ കണക്ക് ആരും വലിയ പണക്കാരൊന്നുമല്ല. കോളേജ് ടീച്ചേഴ്സായിട്ടൊക്കെ വരുന്നവർ സാധാരണ ചുറ്റുപാടിൽ നിന്ന് നന്നായി പഠിച്ചു വരുന്നവരാണ് PSc കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സായിരുന്നു. പക്ഷെ അവർക്ക് അവർ സാധാരണ നിലവാരത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലെ കുട്ടിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കി ആ കുട്ടിക്ക് കൈമാറി. ആവശ്യത്തിന് വസ്ത്രം വാങ്ങുക, ടിക്കറ്റ് എടുക്കുക, ബോംബെ ചെന്ന് ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് നല്ല ജോലിയായി മിടുക്കിയായിട്ടിരിക്കണം. അപ്പോൾ പഠിത്തം എന്നുള്ളൊരു സങ്കടം. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് പഠിച്ച ഡിഗ്രി എടുക്കാനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാവുന്ന പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. നേരിട്ട് അവിടെ എൻറോൾ ചെയ്യാതെ തന്നെ പുറത്തു നിന്നുകൊണ്ട് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും എടുക്കാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും ഇപ്പം ആലോചിക്കേണ്ട. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഓർക്കുക, തനിക്കൊരു ജോലി കിട്ടുന്നു എന്ന് ഓർക്കുക. അങ്ങനെ സന്തോഷത്തോടെ പോയി ചെയ്യാൻ പറഞ്ഞ് ആ കുട്ടിയെ വിടുന്നു. അങ്ങനെ ആ കുട്ടി പോയി ചേർന്ന് പഠിച്ചു. അവൾ ട്രെയിനിങ് കഴിഞ്ഞു, ജോലിയിൽ കയറി. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മുട്ടായിയും ഒക്കെ ആയിട്ട് വന്നു. അപ്പം ഞങ്ങൾ ആ മുട്ടായി ഓരോന്നെടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞ് വിടുന്നു. അങ്ങനെ സന്തോഷകരമാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കുന്ന കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് പതുക്കെ ഒരു ചെറിയ തിരി കൊളുത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയും.
ആ ചെറുതിരി അവരുടെ ജീവിതത്തെ എന്നും പുഷ്പിച്ചു നിൽക്കുന്ന ഫ്രാഗ്രൻസ്, അതായത് സുഗന്ധം പരത്തി നിൽക്കുന്ന പൂക്കളാക്കി മാറ്റിമറിക്കും എന്നത് നാം ഓരോരുത്തരും ഓർക്കണം. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ കുടുംബം, അതായത് മാതാപിതാക്കളുടെ സ്നേഹം അതേ അളവിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, മറ്റു പല രീതികളിലായിട്ട് അധ്യാപകർക്ക് വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ കഴിയും. അങ്ങനെ പകർന്നു നൽകിയാൽ മാത്രമാണ് ഒരു വ്യക്തി, ഒരു കുഞ്ഞായി പിറക്കുന്ന ആ കുഞ്ഞ് വളർന്ന് ഉത്തമ പൗരനായി ലോകത്തിന് മുഴുവനും പ്രകാശം പരത്തുന്ന ഒരു രശ്മിയായി മാറുകയുള്ളൂ. അതിലേക്ക് ഡോൺ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നുള്ള നോക്കാതെ കുട്ടികളെ അടിക്കേണ്ട സമയത്ത് അടിച്ചു വളർത്തുക. അങ്ങനെ വളർത്തിയാൽ മാത്രമേ ഉത്തമ പൗരത്വത്തിലേക്ക് അവർ എത്തുകയുള്ളൂ.